ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു മത്തിക്കറിയാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. മത്തി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഒരു നല്ലൊരു മസാലയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മത്തിയും കുറച്ച് വാളയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെട്ടി കഴുകി എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. മത്തി കഴുകി എടുത്തു കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാൽമുറി, അരമുറി കൂടെ അല്ല, കാൽമുറി തേങ്ങ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 തക്കാളി അരച്ച് വെച്ചു. ആ 2 തക്കാളിയുടെ കൂടെ ഈ തേങ്ങയും പിന്നെ ഒരു സ്പൂൺ ഉലുവയും 1.5 സ്പൂൺ കുരുമുളകും കൂടെ നല്ല ചുമന്ന വരണ പോലെ വറുത്ത് വെച്ചു. ആ വറുത്തതിലേക്ക് ഈ തേങ്ങയും തക്കാളി അരച്ചതും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. നല്ല അരച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. കുരുമുളകും ഉലുവയാണ് ഈ മത്തിക്കറിയുടെ ടേസ്റ്റിൻ്റെ സീക്രട്ട്. കുരുമുളക് എത്ര ചേർക്കണം അത്രയും നല്ലത്. അപ്പോൾ മത്തിയുടെ ആ സ്മെല്ലൊന്നും വരില്ല, ഒരു ഉളുമ്പ് നാറ്റമില്ല, അതൊന്നും വരില്ല കുരുമുളകും ഉലുവയും ചേർക്കുമ്പോൾ. ഞാൻ കുറച്ച് കുടംപുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കണം. അതിൻ്റെ വെള്ളം കൂടെ ചേർത്താണ് ഞാൻ ഈ മസാല അരയ്ക്കണത്. അപ്പം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. മീൻ കറിക്കെല്ലാം മിക്കവാറും വെളിച്ചെണ്ണയാണ് നല്ലത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം. ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അധികം ഓയിൽ വേണ്ട, നമ്മൾ വറക്കണ പോലെയൊന്നുമില്ല. അപ്പോൾ ഇതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വറക്കാൻ വേണ്ടിയിട്ടുള്ള അളവിനാണ് ഇത്രയും ഞാൻ ഒഴിച്ചത്. അതിലേക്ക് 1 സ്പൂൺ ഉലുവ വറുക്കാൻ കൂടെ ഇടുമ്പോൾ ആ മണം നന്നായിട്ട് വരും, കശക്കമൊന്നുമില്ല. 1 സ്പൂൺ കടുക്. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും 2 ചുമന്ന മുളക് ഒരു 3-4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. നല്ല സ്ലോയിൽ വയ്ക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടി ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ ചട്ടിയല്ലേ വേഗം ഇതായി പോകും. ഭയങ്കര ചൂടുകൊണ്ട് ചട്ടിയെ പൊട്ടണ പോലെ ആവുന്നതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നല്ല ഒന്ന് വഴറ്റണം. നല്ല ഒന്ന് ചുമന്ന കളർ വരണം, അതുവരേക്കും വഴറ്റണം. അപ്പോഴേ അതിന് ടേസ്റ്റ് വരുള്ളൂ. പകുതി വേവിലിട്ടാൽ കൂട്ടാൻ അധികം ടേസ്റ്റ് വരില്ല. ഫസ്റ്റ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഒന്ന് വഴറ്റി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചതച്ച് വെച്ച ചുമന്നുള്ളി ഇട്ടു. ഇതെല്ലാം കൂടെ നല്ല മൊരിഞ്ഞ് വരണ പോലെ ആവണം. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതുകൊണ്ട് ഈ മത്തിക്ക് നല്ല ടേസ്റ്റാണ്. സാധാരണ എല്ലാ മീനിനും ഞങ്ങളുടെ സൗത്ത് സൈഡൊന്നും ഇഞ്ചി വെളുത്തുള്ളി ഇടാറില്ല മീനിന്. മത്തിക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ, മല്ലിപ്പൊടി ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, സാധാ മുളക് പൊടി 3 സ്പൂൺ, കാശ്മീരി മുളക് പൊടി ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളകും ഈ മുളകും എല്ലാം കൂടി ഇടുമ്പോൾ എരിവ് അധികമൊന്നും വിചാരിക്കേണ്ട. പക്ഷേ മീനിനൊക്കെ കുറച്ച് എരിവ് വേണമല്ലോ, അതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കാശ്മീരി മുളകും കൂടി ചേർത്തതുകൊണ്ട് കളർ കിട്ടും, അധികം എരിവ് ഉണ്ടാവില്ല. ഒരു 2 പച്ചമുളക് കൂടെ ഉണ്ട്. പച്ചമുളക് ആ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് 2 പച്ചമുളക് ഇട്ടത്. എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഈ പൊടികളുടെ അളവ് കുറയ്ക്കാം. പച്ചമുളകും ആവശ്യമില്ല, 1 പകുതി ഇട്ടാൽ മതി. ആ പൊടികളൊക്കെ ഒന്ന് വറുത്ത് റാ സ്മെല്ല് പോയി കഴിയുമ്പോൾ അരച്ച് വെച്ചത് ഒഴിക്കാം. അരച്ച് വെച്ചത് ഒഴിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം
ഇത് മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഈ മസാല ഒഴിക്കുമ്പോഴേ നല്ല മണമാണ്. കുരുമുളകിൻ്റെ ഉലുവയുടെ നല്ല മണമാണ്. അതിലേക്ക് ഞാൻ കുടംപുളി കുതിർത്ത് വെച്ചില്ലേ, അതും അതിലേക്ക് നല്ല ഒന്ന് പിഴിഞ്ഞിട്ട് സ്മൂത്താക്കിയതിന് ശേഷം എല്ലാം കൂടെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് വലിയ പ്രോസസ്സിംഗ് ഒന്നുമില്ല. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ചൊരു 10 മിനിറ്റ് ആവുള്ളൂ അതിൻ്റെ വേവാനുള്ളതൊക്കെ. ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മസാലയും പുളിയെല്ലാം ചേർത്ത് നല്ല ഒന്ന് തിളച്ചതിന് ശേഷം ആ മസാലക്കൂട്ട് തിളച്ചതിന് ശേഷമാണ് മീനിടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മീൻ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മീനിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തേക്കാം. അപ്പോൾ എല്ലാ മസാലയും ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ട് അതിലേക്ക് കഴുകി വെച്ച് മീനിടാം. മത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീനല്ലേ, അപ്പോൾ അത് ഏത് രീതിയിൽ വെച്ചാലും നമുക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് മുള്ളു നോക്കിയിട്ട് കൊടുക്കണം. പിള്ളേർക്കൊക്കെ നല്ലതാണത് ഹെൽത്തിന്. അപ്പോൾ അത് പൊടിയാതെ തവിയിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മൂടി വയ്ക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇടണം. ഇനി ഇത് മൂടി വെച്ചൊന്ന് നല്ല 1-2 തിള വന്നതിന് ശേഷം എടുത്ത് നോക്കാം. ഇത് നല്ല നെയ്മത്തിയാണ്, അപ്പോൾ ചട്ടിയുടെ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ തവിയിട്ടൊന്ന് ഇളക്കണത്. തവിയിട്ട് മീൻ പൊടിയാത്ത രീതിയിൽ സൈഡിലൂടെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ ഇത് കരി പിടിക്കും. ചില ചട്ടിയിലൊക്കെ, ചിലതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു അടിപൊളി മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നല്ല കുറുകിയ ചാറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് ഞാൻ ഒരല്പം തേങ്ങ ചേർത്തത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇല്ല, ഇത് തേങ്ങ ഇല്ലാതെ മറ്റ് ബാക്കി മസാലകൾ മാത്രം ചേർത്തും വയ്ക്കാം. തേങ്ങ മാത്രം നമ്മൾ അവോയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യും. അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരയ്ക്കും. ബായ്.